ഹേ ഗായ്സ്, ഇത് നമ്മുടെ ട്രെയിൻ വിത്ത് അശ്വിൻ നമ്മുടെ ഒരു ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫെയിലിയർ ടു സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ചാലഞ്ചിൻ്റെ ഒരുമാതിരി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി, അതായത് ഒരു 10 തൊട്ട് 12 ദിവസത്തോളം ആയിട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ട് 2 ദിവസം ആകുന്നുള്ളൂ, പക്ഷേ നമ്മുടെ ചാലഞ്ചിൽ നമ്മൾ കയറിയിട്ട് കുറച്ച് ദിവസം ആകുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പാഴ്സൽസ് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോബിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ബിസിനസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പാഴ്സൽസ് അയച്ചു കൊടുക്കാനായിട്ടുണ്ട്. ഒരു 8ഓളം പാഴ്സലാണ് നമുക്ക് ഇന്ന് അയച്ചു കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ഈ ബൈക്കോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ 12:30 ബസ്സിന് കയറിയിട്ട് മാവേലിക്കരയിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ഡയറക്റ്റ് അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. ഹോൾസെയിലായിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സാധനം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് പാക്കിങ്ങും പരിപാടികളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, അതേപോലെ തന്നെ നമ്മുടെ സീലിങ്ങും പരിപാടികളും എല്ലാം ചെയ്തിട്ട് അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ കേട്ടോ. നമ്മുടെ കയ്യിൽ ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പാടിലാണ് കൊണ്ടുപോകുന്നത്. ഓട്ടോ കാശ് എത്ര ആവുന്ന ഒരു പിടുത്തവും ഇല്ല. ഏകദേശം 300 രൂപയോളം ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത്രയാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ബിസിനസ് നമ്മൾ റൺ ചെയ്യാനായിട്ട് നോക്കുവാണ്. സോ നമ്മുടെ ഓവറോൾ ഈ ബിസിനസ്സിനകത്ത് 8 പാഴ്സൽ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4000 അല്ലെങ്കിൽ 3000-ൻ്റെ ഒരു ഇടയിലാണ് നമ്മുടെ പ്രോഫിറ്റ് വന്ന് നിൽക്കുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ജേർണിയിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുക. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പാക്കിങ് പരിപാടികളെല്ലാം നമുക്ക് കിടക്കാം. ഈ ഗായ്സ്, അങ്ങനെ നമ്മൾ കൊറിയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ അല്ലാതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലിരിക്കുക. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നായിരുന്നു ഒരു പ്രതീക്ഷ. ബട്ട് വീട്ടിലെ ആ പ്രശ്നങ്ങളിപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെ നോക്കണം. എന്തായാലും നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. നമുക്ക് അതിൽ നിന്നുണ്ടായ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വന്നത്. അതിൽ നമുക്ക് ചിലവായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1100 രൂപ നമുക്ക് കൊറിയർ ചാർജും ഏകദേശം 1500 രൂപയോളം നമുക്ക് സപ്ലയറിന് ചാർജുമായിട്ടുണ്ട്. 3000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റും വന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2-3 സെയിൽസുകൾ ഒപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ ആ സെയിൽസുകൾ നമ്മൾ ഒപ്പിച്ചതിന് ശേഷം കൊറിയർ അയക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഹി ഗൈസ്, നമ്മുടെ ഇപ്പം ഏകദേശം ഒരു ഡേ 7 to 8 ആയി കാണും. ഇപ്പോൾ വീണ്ടും ജോലിയിൽ നിൽക്കുവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ പോകുന്നു. നമ്മൾ സെയിലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂടെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കാറുണ്ട്. രാത്രി ചെല്ലുമ്പോഴും നമ്മൾ നോക്കാറുണ്ട്. അതേപോലെ നമ്മുടെ ജോലിയിൽ നമുക്ക് സമയം കിട്ടുമ്പോഴെപ്പോഴും നമ്മൾ മാർക്കറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഒരു സക്സസ് ആവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സോ ഗൈസ്, നമ്മൾ ഇന്ന് കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമ്പനിക്കാർ വന്നിട്ടും അപ്പോൾ അവരുടെ എല്ലാ ഐറ്റംസ് നമ്മൾ ഗോഡൗണിലെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്ക്രാച്ചിങ് കിട്ടി അതിൻ്റെ കൂടത്തിൽ. എന്താണേലും പരിപാടികളെല്ലാം ഇതേപോലെ മുന്നോട്ട് പോകുന്നു. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അപ്ഡേറ്റ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗൈസ്, ഇതൊരു 3-4 ദിവസം ഇരിക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മളിവിടെ ജോലിക്ക് കയറിയിട്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ പനിയും പിടിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ജോലിക്ക് വന്നേക്കുവാണ്. അതേപോലെ നിൽക്കാം. ഹേ ഗൈസ്, ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല. കാരണം എനിക്കൊരു ചെറിയൊരു പനി പിടിച്ചു. പക്ഷേ ട്രേഡിങ് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ നമ്മുടെ ഇന്നത്തെ എൻട്രിയും എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് പറയാം. സോ ആസ് യു ഗൈസ് ക്യാൻ സീ, ഞാനിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഏകദേശം നല്ല രീതിയിൽ ഒരു വലിയൊരു ഡൗൺ ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ എനിക്കിവിടെ എൻട്രി എടുക്കാമായിരുന്നു. ഞാനിവിടെ എൻട്രി എടുത്തില്ല. കാരണം എൻ്റെ റൂൾ അനുസരിച്ച് ഇങ്ങനെയുള്ള വലിയ ക്യാൻഡിൽസ് എൻട്രി എടുക്കരുതെന്നാണ്. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ കാണും, കാരണം വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കരുതെന്നാണ്. ഇവിടെ 30 പോയിൻറ്റ്സിൻ്റെ മൊമെൻ്റമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 10 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ പറയാം. മാർക്കറ്റിന് ഡൗൺ ഡയറക്ഷൻ പോകണം. നമ്മൾ നോക്കിയ വാല്യൂസും ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഡൗൺ ഡയറക്ഷനാണ് നമ്മളെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനൊരു റെക്ടാങ്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഒരു 1 hour ടൈം ഫ്രെയിമിലൂടെ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ടായിരുന്നു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ആദ്യം തന്നെ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ 24900 എന്ന് പറയുന്നതിൽ നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡേറ്റ അനുസരിച്ച് നമ്മളിവിടെ നല്ലൊരു എൻട്രീസ് ഉണ്ടായിരുന്നു. ഈ എൻട്രീസിലുള്ള ആൾക്കാരുടെ എല്ലാവരെയും സ്റ്റോപ്പ് ലോസസ് ഇവിടെ ഹണ്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി കിട്ടി.
പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമോ ലോസ് ഉണ്ടാകുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കും പോകുന്നത്, പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും കാണിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. സോ ഇതിൻ്റെ എന്താണ് നടന്നതെന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. സോ ഹേ ഗായ്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ആ ട്രേഡിൻ്റെ റിസൾട്ടാണ്. നമ്മളിവിടെ എൻട്രി എടുത്തായിരുന്നു, ഏകദേശം ഒരു ഇതെത്തി. നമ്മുടെ ടാർഗറ്റ് 1:3 ആണ്. 1:3 നമുക്ക് കിട്ടാൻ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേണ്ട മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസിന് അടുത്ത് വരെ എത്താറായിട്ടായി. എന്തായാലും നമ്മൾ സ്കാൽപ്പാണ് ചെയ്യുന്നത്. നമ്മൾ മാക്സ് ടു മാക്സ് 4 ക്യാൻഡിൽസേ ഹോൾഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 4ാമത്തെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ നമുക്കൊരു കോസ്റ്റ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ലോസിലൊക്കെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമുക്കിവിടെ ഒരു മൈനർ പ്രോഫിറ്റിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാനിവിടെ ഏകദേശം 163 ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിനക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാമായിരുന്നു, അങ്ങനെ നിനക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിറ്റ് ചെയ്യാമായിരുന്നു, എന്തുകൊണ്ട് നീ എക്സിറ്റ് ചെയ്തില്ല എന്നുള്ളത്. സോ എൻ്റെ റൂൾ അനുസരിച്ച് 1:3 ആണ് എനിക്ക് വേണ്ടത്. ആ 1:3 എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യത്തില്ല. സോ 1:3ക്ക് വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്തു. 1:2 വരെ എത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഡൗൺ മൊമെൻറ്റം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആ ഒരു 163 നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓൾദോ നമ്മളൊരു ചെറിയ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും അതൊരു വലിയ പ്രോഫിറ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ബ്രോക്കറേജും കാര്യങ്ങളും എല്ലാം ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്നും കിട്ടത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സോ നമ്മളിവിടെ സ്കാൽപ്പാണ് ചെയ്യുന്നത്. മാക്സ് ടു മാക്സ് നമ്മളിവിടെ 4 ക്യാൻഡിൽസേ ഹോൾഡ് ചെയ്യത്തുള്ളത് എൻ്റെ റൂളാണ്. ആ റൂൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ട്രേഡിൻ്റെ റിസൾട്ട് അതാണ്. ആളുകളായിട്ട് നമ്മുടെ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ആകാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞാനിപ്പം എൻ്റെ ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി കിട്ടി, അത്യാവശ്യം ഒരു നല്ല ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എല്ലാം ഒരുമാതിരി രീതിയിൽ കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ബാരിയർ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് ആണ്. പൈസ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ജോലികളും ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അതെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നത് മാത്രമല്ല ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മളൊരു 3 months ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1 month തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ജേർണിയിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.